തായ്ലൻഡിന്റെ തെക്കുഭാഗത്തെ ദ്വീപായ ഫുക്കറ്റിലെ ടൂറിസത്തിന്റെ കേന്ദ്രസ്ഥാനമായ പത്തോങ്ങിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ബംഗ്ലാ സ്ട്രീറ്റിലൂടെയാണ് എന്റെ നടത്തം. പത്തോങ്ങിന്റെ സ്ഥിരാകേന്ദ്രമാണ് ബംഗ്ലാ സ്ട്രീറ്റ്. അതായത് ഫുക്കറ്റിലെ തന്നെ ഏറ്റവും പ്രാധാന്യമാർന്ന ടൂറിസ്റ്റ് സ്ട്രീറ്റ്. രാത്രിയിൽ ജനം നിറഞ്ഞൊഴുകുന്ന സ്ട്രീറ്റാണിത്. ആ സമയത്ത് വാഹനങ്ങളെല്ലാം നിരോധിച്ചിരിക്കും. കാൽനടയാത്രക്കാർക്ക് മാത്രമുള്ള തെരുവായി അപ്പോൾ ഇത് മാറും. ഇക്കാണുന്നതൊക്കെ ബാറുകളാണ്. പല തീമുകളിലുള്ള ബാറുകൾ. സന്ധ്യയാവുന്നതോടെ ഇവിടെയെല്ലാം ജനം വന്നു നിറയും. ആട്ടവും പാട്ടുമെല്ലാമായി ഈ തെരുവ് ആഘോഷത്തിന്റെ വേദികയാവും. ഈ ഒഴിഞ്ഞുകിടക്കുന്ന ഇരിപ്പിടങ്ങളിലെല്ലാം കയ്യിൽ മദ്യചഷകവുമായി ടൂറിസ്റ്റുകൾ നിറയും. രാത്രിയിൽ ഈ തെരുവ് കാണുമ്പോൾ പകൽ നേരത്ത് കണ്ട തെരുവ് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും. നല്ല വെയിലുള്ള ദിവസമാണ്. അന്തരീക്ഷ താപനിലയാകട്ടെ 35 ഡിഗ്രി സെൽഷ്യസിന് മേൽ ഉയർന്നു നിൽക്കുന്നു. കേരളത്തിന്റെ അതേ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ഫുക്കറ്റ് ദ്വീപിലാകെ. വഴിയരികിൽ മുഴുവൻ ബാറുകളാണ്. എല്ലാവിധ മദ്യങ്ങളും ലഭ്യമാണെങ്കിലും ഇവിടെ വരുന്ന ആളുകളെല്ലാം പ്രധാനമായും കഴിക്കുന്നത് ബിയറാണ്. ബീച്ചിൽ സൂര്യസ്നാനത്തിന് പോയവരോ മറ്റോ ആയി അപൂർവം വിദേശികളെയും അവരുടെ ടൂർ ഗൈഡുകളെയും ഒക്കെ മാത്രമേ ഈ സമയത്ത് ഇവിടെ കാണുന്നുള്ളൂ. നടന്ന് പത്തോങ് ബീച്ചിലേക്ക് എത്തിയിരിക്കുന്നു. ഫുക്കറ്റിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രമുഖമായതുമായ കടലോരമാണ് പത്തോങ് ബീച്ച്. ഉച്ചനേരമായിട്ടും ബീച്ചിൽ ധാരാളം ആളുകളുണ്ട്. പത്തോങ് ബീച്ചിനെ ഉപജീവിച്ചു കഴിയുന്ന നിരവധിയായ തായ്ലൻഡുകാരെയും കാണാം. ഫുക്കറ്റ് നിവാസികൾ. ഒരു ഭാഗത്ത് കുടകളുടെ നീണ്ട നിര. നൂറുകണക്കിന് ടൂറിസ്റ്റുകളുണ്ട് ബീച്ചിൽ. വെയിലേറ്റ് മണലിൽ കിടക്കുന്നവർ, തണലത്ത് ഉറങ്ങാൻ കിടക്കുന്നവർ. ഒരു ഭാഗത്ത് ചിലർ പാരാസെയിലിങ്ങിനുള്ള ഒരുക്കത്തിലാണ്. ഒരു സ്പീഡ് ബോട്ടിനോട് വടം കൊണ്ട് ബന്ധിപ്പിച്ച പാരച്യൂട്ടിൽ 2 പേരങ്ങനെ ഉയർന്നു പറക്കുന്നു. ഒരു ടൂറിസ്റ്റും ഒരു സ്വദേശിയുമാണെന്ന് തോന്നുന്നു. അവർ പറന്നു നീങ്ങുകയാണ്. സ്പീഡ് ബോട്ട് മുൻപേ ഓടുന്നു. അതിൽ നിന്ന് വലിച്ചുകെട്ടിയിരിക്കുന്ന ഒരു ചരടാണ് പാരച്യൂട്ടിനെ നിയന്ത്രിക്കുന്നത്. ഒരു ഭാഗത്ത് ഉല്ലസിക്കാനെത്തിയ കമിതാക്കൾ. അങ്ങകലെ ആ മലഞ്ചെരുവിലെല്ലാം റിസോർട്ടുകളാണ് കാണുന്നത്. ഇങ്ങേ അറ്റത്താകട്ടെ മണൽപ്പരപ്പിൽ വിദേശികളുടെ സംഘങ്ങൾ വെയിൽ കാഞ്ഞു നിൽക്കുന്നു. സ്പീഡ് ബോട്ട് അതിൽ ഘടിപ്പിച്ച പാരച്യൂട്ടിനെയും അതിൽ തൂങ്ങിക്കിടക്കുന്നവരെയും ഒരു കറക്കത്തിനു ശേഷം പുറപ്പെട്ടിടത്ത് തിരികെ എത്തിക്കുന്നു. ഇത്തരത്തിലുള്ള ഉല്ലാസങ്ങളുടെ ഒരു കേന്ദ്രമാണ് പത്തോങ് ബീച്ച്. ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം ടൂറിസ്റ്റുകളെത്തുന്ന കടലോരം ഈ പത്തോങ് ബീച്ച് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പല നാട്ടുകാരായ ആളുകൾ. പുറംകടലിൽ കൂറ്റൻ ഉല്ലാസനൗകകൾ വന്നു കിടക്കുന്നു. തീരത്താകട്ടെ വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കമിതാക്കളുണ്ട്, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, കുട്ടികളുമൊത്ത് കുടുംബസമേതം വരുന്നവരുണ്ട്. എല്ലാത്തരം ആളുകളും ഫുക്കറ്റിലെത്തുന്നു. അവസാനമില്ലാത്ത ഉല്ലാസത്തിന്റെ തീരമാണ് പത്തോങ് ബീച്ച്. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരു സംഭവമാണ് എന്റെ മനസ്സിലേക്കെത്തുന്നത്. 2004 ഡിസംബർ 26-നുണ്ടായ സുനാമിയിൽ തായ്ലൻഡിൽ മാത്രം 5400 പേരാണ് മരിച്ചത്. 3000-ത്തിലധികം പേരെ കാണാതാവുകയും ചെയ്തു. പത്തോങ് ബീച്ച് ഉൾപ്പെടെ ഫുക്കറ്റിലെ ആകെ മരണസംഖ്യ 250 ആയിരുന്നു. അതിൽ നിരവധി വിദേശ ടൂറിസ്റ്റുകളും ഉൾപ്പെട്ടു. സുനാമി തിരകൾ പിൻവാങ്ങിയപ്പോൾ അന്ന് ഈ തീരത്ത് ഒന്നും തന്നെ അവശേഷിച്ചിരുന്നില്ല. 3 മുതൽ 6 മീറ്റർ വരെ ഉയരമുള്ള തിരകൾ തുടരെ ഈ തീരത്തേക്ക് അടിച്ചുകയറി. ഉഗ്രശക്തിയിൽ വന്ന അവ പത്തോങ്ങിന്റെ തീരത്തെ താൽക്കാലിക സംവിധാനങ്ങൾ മാത്രമല്ല, റിസോർട്ടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം തകർത്തു കളഞ്ഞിരുന്നു.
ഈ പത്തോങ് ബീച്ചിൽ നിന്ന് കടലിലൂടെ നേരെ മുന്നോട്ടു പോയാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെത്താം. അവിടെ നിന്നും വീണ്ടും നേരെ മുന്നോട്ടു പോയാൽ തമിഴ്നാടിന്റെ തീരത്തെത്തും. കേരളത്തിന്റെ നേരെ കിഴക്കുവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറയാം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയുടെ എതിരെയുള്ള ഭാഗം. 3.5 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പത്തോങ് ബീച്ച്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതലാണ് ഇത് പ്രമുഖമായൊരു ടൂറിസ്റ്റ് കേന്ദ്രവും നൈറ്റ് ലൈഫിന്റെ ആസ്ഥാനവുമാകുന്നത്. ടൂറിസം രംഗത്ത് പത്തോങ്ങിന്റെ പ്രതാപം സുനാമിയോടെ അസ്തമിച്ചു എന്ന് കരുതിയവർ പോലുമുണ്ട്. എന്നാൽ സുനാമിക്ക് ശേഷമുള്ള ഒറ്റ വർഷം കൊണ്ട് പത്തോങ് ഉയർത്തെണീറ്റു. പണ്ടത്തേതിനേക്കാൾ സജീവമായ ആഘോഷ കേന്ദ്രമായി ഇവിടം മാറുകയും ചെയ്തു. ഈ ബോർഡിനപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതാണ് ബംഗ്ലാ സ്ട്രീറ്റ്. രാത്രിയാവുന്നതോടെ അതിന്റെ നിറവും രൂപവും ഭാവവുമെല്ലാം മാറും. ഞാനിപ്പോൾ തിരികെ ഹോട്ടലിന് സമീപത്തേക്ക് നടക്കുകയാണ്. 2 മണിക്ക് വില്ലേജ് ടൂറിന് പുറപ്പെടണം. ഇപ്പോൾ നേരം 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ആൾ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു പിക്കപ്പ് വാൻ, അതിന്റെ പിന്നിൽ ബെഞ്ചുകൾ പോലെ ഘടിപ്പിച്ചിരിക്കുന്ന സീറ്റ്, ഏതാനും ആളുകളുണ്ട്. ഞാനും വണ്ടിയിൽ കയറി. ഐലൻഡ് സഫാരി എന്ന ടൂർ കമ്പനിയാണ് വില്ലേജ് ടൂറിന്റെ സംഘാടകർ. ശരിക്കുള്ള തായ്ലൻഡിന്റെ ഗ്രാമീണ ജീവിതം കാണിച്ചു തരികയാണ് ഈ വില്ലേജ് ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തായ്ലൻഡിന്റെ ശരിയായ ഗ്രാമീണ ജീവിതം കൂടി ചിത്രീകരിക്കാനുള്ള അവസരം തേടിയാണ് ഞാൻ ഈ ടൂറിൽ പങ്കെടുക്കുന്നത്. വഴിയരികിൽ കാണുന്നതെന്തും ടൂറിസവുമായി ബന്ധപ്പെട്ടതാണ്. ടൂറിസ്റ്റുകൾക്ക് ബൈക്കുകളും കാറുകളും വാടകയ്ക്ക് നൽകുന്നവർ, ഹോം സ്റ്റേകൾ, വൈവിധ്യമാർന്ന ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, ബാറുകൾ, മസാജ് സെന്ററുകൾ, വിവിധയിനം തെറാപ്പി സെന്ററുകൾ തുടങ്ങി നിരവധിയായ സ്ഥാപനങ്ങൾ. വലിയ ഹോസ്പിറ്റലുകൾ വരെയുണ്ട് ഇവിടെ ടൂറിസത്തിന്റെ ഭാഗമായി. യൂറോപ്പിലും അമേരിക്കയിലുമെല്ലാം ചികിത്സാ ചെലവ് വളരെ കൂടുതലാണല്ലോ. ടൂറിസ്റ്റായി ഇവിടെ എത്തി ചികിത്സ കൂടി നടത്തി മടങ്ങുന്ന വിദേശികൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടൂറിസവും തായ്ലാൻഡിൽ, പ്രത്യേകിച്ച് ഫുക്കറ്റ് പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ദന്തരോഗങ്ങൾക്കുള്ള ചികിത്സ, കോസ്മെറ്റിക് സർജറി തുടങ്ങി ഹൃദയവാൽ മാറ്റിവെക്കൽ വരെ മെഡിക്കൽ ടൂറിസത്തിന്റെ ഭാഗമായി തായ്ലൻഡിൽ നടക്കുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന അറിവ്. പത്തോങ് ഏരിയ കഴിഞ്ഞ് ഒരു കുന്ന് കയറിയിറങ്ങുമ്പോൾ കാരോൺ എന്ന പ്രദേശത്തേക്കെത്തും. പത്തോങ് കഴിഞ്ഞാലുള്ള അടുത്ത ബീച്ചാണ് കാരോൺ. ഇടതുവശത്ത് കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. വണ്ടിയുടെ പിറകോട്ട് തിരിഞ്ഞിരുന്നാണ് എന്റെ ഷൂട്ടിംഗ്. അങ്ങ് താഴെ പത്തോങ് ബീച്ചും അവിടുത്തെ ഹോട്ടലുകളുമെല്ലാം കാണാം. വലിയ കുന്നാണ്. ഇതിന്റെ താഴ്വാരത്ത് പലയിടത്തായി ഒറ്റപ്പെട്ട റിസോർട്ടുകളുണ്ട്. ലേ മെറിഡിയൻ ഹോട്ടലും മറ്റും ഇടതുവശത്തെ കുന്നിൻ ചെരുവിലാണ്. ചലോങ് എന്നൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ചലോങ്ങിലാണ് കാണാൻ പോകുന്ന തനത് തായി ഗ്രാമമുള്ളത്. അങ്ങ് താഴെ കടൽ കാണാം. പത്തോങ് വിട്ടതോടെ വനസമാനമായ പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഇതാണ് ഫുക്കറ്റിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകത. 5 മിനിറ്റ് യാത്രക്കിടയിൽ പട്ടണവും ഗ്രാമവും വനവുമെല്ലാം കാണാം. ഇത്രയും നേരം കണ്ട കെട്ടിടങ്ങൾ തിങ്ങി നിറഞ്ഞ നഗരവനത്തിൽ നിന്ന് പെട്ടെന്ന് വൃക്ഷനിബിഡമായൊരു വനത്തിലേക്ക് എത്തിയതുപോലുണ്ട്. ഇപ്പോൾ കാരോൺ ബീച്ച് ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. കാരോണിൽ നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട്. പിന്നിൽ മലഞ്ചെരുവിൽ അക്കാണുന്നതെല്ലാം റിസോർട്ടുകളാണ്. ടൂറിസത്തെ തായ്ലൻഡ് ആഘോഷമാക്കുകയാണ്. ചിലപ്പോഴൊക്കെ സുന്ദരമായ ഈ രാജ്യത്തിന് ശാപവുമാകുന്നുണ്ട് ടൂറിസം. എന്നാൽ ഇവിടുത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗവുമാണ് ടൂറിസം. തായ്ലൻഡിന്റെ സമീപകാലത്തെ എല്ലാ സാമ്പത്തിക വളർച്ചയുടെയും അടിസ്ഥാന കാരണം ടൂറിസമാണ്. ടൂറിസം ഫ്രണ്ട്ലിയായ ഒരു പോളിസി ഈ രാജ്യത്തിനുണ്ട്. വണ്ടി ചലോങ്ങിൽ ഐലൻഡ് സഫാരിക്കാരുടെ ഗ്രാമത്തിലെത്തിയിരിക്കുന്നു. ഞാൻ അവിടെ ഇറങ്ങി. പിക്കപ്പ് വണ്ടിയിലെത്തിയ മറ്റുള്ളവരും.
കുറേയേറെ പിക്കപ്പ് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് സ്വീകരണ സ്ഥലം. ഇവിടെ നിന്നും ടൂറിസ്റ്റുകളെ ചെറിയ സംഘങ്ങളാക്കി ഓരോ ടൂർ ഗൈഡിനൊപ്പം വിടുകയാണ്. ഗ്രാമങ്ങളിലൂടെ യാത്ര തുടങ്ങാൻ ആദ്യഘട്ടം കാളവണ്ടി യാത്രയാണ്. അങ്ങനെ പല ഘട്ടങ്ങളായാണ് യാത്ര. കാളവണ്ടിയിൽ പോകും, നദിയിലൂടെ ചെറുവഞ്ചിയിൽ യാത്ര ചെയ്യും, ആനപ്പുറത്ത് സവാരി ചെയ്യും. ഈ യാത്രകളിലൂടെ തായ്ലൻഡിന്റെ ഉൾനാടൻ ജീവിതത്തെയും അവിടുത്തെ സാഹചര്യങ്ങളെയും നേരിൽ കാണാനുള്ള അവസരമാണ് സഞ്ചാരിക്ക് ലഭിക്കുന്നത്. തനി ഗ്രാമീണമാണ് തായ്ലൻഡിന്റെ ഉൾനാടൻ ജീവിതം. ഈ കാളവണ്ടികളൊക്കെ ഇപ്പോൾ ടൂറിസത്തിനു വേണ്ടി ഒരുക്കിയതാവാം. എന്നാൽ 3 ദശകം മുൻപത്തെ തായ് ഗ്രാമങ്ങളിൽ ഇത്തരം വണ്ടികൾ സാധാരണ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഉൾനാടുകളിൽ നിന്ന് പൂർണ്ണമായും ഇത്തരം ജീവിത രീതികളൊന്നും മറഞ്ഞു പോയിട്ടില്ല. അത് കാണാനുള്ള അവസരം കൂടിയാണ് ഈ വില്ലേജ് ടൂർ. ടൂറിസത്തിന്റെ സാധ്യത സെക്സ് ടൂറിസത്തിൽ മാത്രമല്ലെന്നും ഗ്രാമീണത പോലും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താമെന്നും തെളിയിക്കുകയാണ് തായ്ലൻഡ്. നമുക്ക് കേരളത്തിലും ടൂറിസത്തിൽ ഇത്തരം പരിപാടികളെല്ലാം നടപ്പാക്കാം. തനി കേരളീയമായ ഗ്രാമീണ ജീവിതങ്ങളിലേക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാം. അവർക്കതൊരു നവ്യമായ അനുഭവമായിരിക്കും. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നെൽപ്പാടത്തിനരികിലെ നാട്ടുവഴികളിലൂടെയാണ് ഇപ്പോൾ കാളവണ്ടി പോകുന്നത്. നെല്ല് തായ് ഗ്രാമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ്. റബ്ബറിന്റെ കൃഷിയും ഇവിടങ്ങളിലെല്ലാം വ്യാപകമായി നടക്കുന്നുണ്ട്. നെൽവയലിന്റെ അതിരിലെ കുന്നുകളിൽ കാണുന്നതെല്ലാം റബ്ബർ തോട്ടങ്ങളാണ്. നമ്മുടെ കേരളത്തിലേതുപോലെ അത്ര വൃത്തിയുള്ളതല്ല ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങൾ. കാടുപിടിച്ചു കിടക്കുന്ന തോട്ടങ്ങൾ. ഐലൻഡ് സഫാരി ടൂർ കമ്പനിയുടെ ജീവനക്കാരാണ് വണ്ടിക്കാരും ഗൈഡുകളും. ചെറുകുടിലുകളും വെള്ളക്കെട്ടുമെല്ലാമുള്ള വഴിയോരങ്ങൾ. ഇതിലൂടെ കുറേ ദൂരം പോകുന്നുണ്ട്. ശരിക്കും ഈ കാളവണ്ടി യാത്ര പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് ഒരു അത്ഭുതമാണ്. നമുക്ക് ചിലപ്പോൾ ഇത് അത്ര അത്ഭുതകരമായി തോന്നണമെന്നില്ല. ഇടയ്ക്കിടെ ഗ്രാമീണമായ ചില ജംഗ്ഷനുകളിലെത്തുന്നു. അവിടെ ചെറുകടകൾ, ഗ്രാമീണർ വിശ്രമിക്കാനിരിക്കുന്ന മുളയിൽ തീർത്ത മണ്ഡപങ്ങൾ, ആമ്പൽ പൊയ്കകൾ. കാളവണ്ടിയിലിരുന്നുള്ള ഷൂട്ടിംഗ് അല്പം ശ്രമകരമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നയത്ര സുഖകരമല്ല മരച്ചക്രങ്ങളിൽ ചാടിത്തുള്ളി നീങ്ങുന്ന വണ്ടിയിലിരുന്ന് കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്നത്. ഗ്രാമത്തിലെ ഒരു കടവിൽ കാളവണ്ടി നിന്നു. എല്ലാവരും അതിൽ നിന്നിറങ്ങി പുഴക്കരയിലേക്ക് നടക്കുകയാണ്. ഇവിടെ ബോട്ട് ജെട്ടി പോലൊരു സംവിധാനമുണ്ട്. അവിടെ നിന്നും ഒരു ബോട്ടിൽ കയറി ഇനി കുറേ ദൂരം നദിയിലൂടെയാവും യാത്ര. ചലോങ് നദിയാണിത്. കലക്കവെള്ളവും ചെളിയടിഞ്ഞ തീരങ്ങളുമുള്ള നദിയാണ് ചലോങ്. അതിന്റെ തീരങ്ങളിലാവട്ടെ ധാരാളം തനത് ഗ്രാമീണ കാഴ്ചകളുണ്ട്. ഒട്ടേറെ മുക്കുവ കുടുംബങ്ങൾ ചലോങ്ങിന്റെ ഇരുകരകളിലുമായി വസിക്കുന്നു. എന്റെ കൂടെ ബോട്ടിൽ കയറുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും ചൈനക്കാരാണ്. പാശ്ചാത്യ ടൂറിസ്റ്റുകൾ അധികം പേരില്ല. പല കാളവണ്ടികളിൽ എത്തിയവരെല്ലാം കൂടി ഒരു ബോട്ടിൽ കയറിയിരിക്കുന്നു. മോട്ടോർ ഘടിപ്പിച്ച വലിയൊരു വള്ളം എന്ന് പറയാം. കടവിൽ നിന്ന് ബോട്ട് പുറപ്പെട്ടു. ശരിക്കും ഇതൊരു മത്സ്യബന്ധന ഗ്രാമമാണ്. ഇവിടുത്തെ മുക്കുവരുടെ ബോട്ടിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. തീരത്തോട് ചേർന്ന് മുക്കുവരുടെ ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ടൂറിസ്റ്റുകൾ വരുമ്പോൾ ഫിഷിംഗ് ബോട്ടുകൾ അവർക്ക് വേണ്ടിയും സർവീസ് നടത്തും. ഈ ബോട്ട് നയിക്കുന്നതും ഒരു മുക്കുവനാണ്. സഞ്ചാരികളിൽ നിന്ന് പിരിക്കുന്ന തുകയുടെ ഒരു വിഹിതം ഐലൻഡ് സഫാരി ടൂർ കമ്പനി മുക്കുവർക്ക് നൽകുന്നു. ചലോങ് നദിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നദിയുടെ ഇരുവശവും കണ്ടൽക്കാടുകളാണ് കാഴ്ച. അതിനിടയിലൂടെ പല തോടുകൾ ചലോങ്ങിലേക്ക് വന്നു ചേരുന്നു.
നിറഞ്ഞൊഴുകുന്ന ടൂറിസ്റ്റുകളും അവർക്കുള്ള ഹോട്ടലുകളും കച്ചവട സ്ഥാപനങ്ങളുമായി പട്ടണങ്ങൾ പൊലിമയോടെ നിൽക്കുമ്പോൾ അതിഗ്രാമീണവും അതിവന്യവുമായ കണ്ടൽക്കാടുകൾക്ക് നടുവിലുള്ള പുഴയോര ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര. ഒരു നാടിന്റെ തന്നെ രണ്ട് മുഖങ്ങളാണിത്. ചലോങ് ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന നദിയാണ് ഞാൻ ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചലോങ്. ചില നേരങ്ങളിൽ ഉൾക്കടലിൽ നിന്നും കയറിയെത്തുന്ന മത്സ്യങ്ങളെക്കൊണ്ട് സമൃദ്ധമായിരിക്കും നദി. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി ചലോങ്ങിന്റെ ഇരുകരകളിലുമായി ധാരാളം മുക്കുവ ഗ്രാമങ്ങളുണ്ട്. തികച്ചും വനസമാനമായ ഒരു പ്രദേശത്തുകൂടിയാണ് നദി ഒഴുകുന്നത്. മലനിരകൾ, അതിന്റെ താഴ്വാരത്തെ ചെറുവനങ്ങൾ. മുന്നിൽ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് മത്സ്യ മാർക്കറ്റാണ്. ഉൾക്കടലിൽ നിന്നും നദിയിൽ നിന്നും പിടിച്ച മീനുമായി മുക്കുവർ ആ ചന്തയിലുമെത്തുന്നു. ഇത്തരം ചന്തകളിലാണ് ചെറുകിട മത്സ്യബന്ധനക്കാർ മത്സ്യം വിലപേശി വിൽക്കുന്നത്. ചെറിയ പെട്ടിക്കടകളുമുണ്ട് നദിയിൽ. ബോട്ടിലെ സഞ്ചാരികൾ ചലോങ്ങിന്റെ തീരക്കാഴ്ചകൾ ആസ്വദിച്ചും ക്യാമറയിൽ പകർത്തിയുമെല്ലാം അങ്ങനെയിരിക്കുന്നു. ഐലൻഡ് സഫാരിക്കാരുടെ ടൂറിൽ ഇത് മൂന്നാമത്തെ തരം വാഹനത്തിലെ യാത്രയാണ്. ആദ്യം പിക്കപ്പ് വാൻ പോലൊരു വണ്ടി, പിന്നീട് കാളവണ്ടി, ഇപ്പോൾ ബോട്ടും. എല്ലാ ദിവസവും ടൂറിസ്റ്റുകൾ ഇങ്ങനെ ഗ്രാമവഴികളിലൂടെയെല്ലാം സഞ്ചരിക്കാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് പത്തോങ്ങിലെ പ്രധാന തെരുവുകളെല്ലാം പകൽ നേരത്ത് ഒട്ടൊരു വിജനമായി കിടക്കുന്നത്. ചിലയിടത്ത് നദി നല്ല വീതിയിലാണ് ഒഴുകുന്നത്. ചിലയിടത്ത് മത്സ്യം വളർത്തു കേന്ദ്രങ്ങൾ. ധാരാളം മുക്കുവർ ഈ മേഖലയിലുണ്ട്. തായ്ലൻഡിലെ ജനങ്ങളിൽ ഉൾനാടുകളിലെ ഇത്തരം ഫിഷിംഗ് ഏരിയകളിലെല്ലാം കേരളത്തിലെ നിലവാരത്തിൽ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണുള്ളത്. ആരും വലിയ സമ്പന്നരൊന്നുമല്ല. ടൂറിസത്തിന്റെ ഗുണങ്ങളൊന്നും ഉൾനാടുകളിലെ മുക്കുവർക്കോ ഗ്രാമീണർക്കോ കാര്യമായി ലഭിക്കുന്നില്ലെന്ന് നേർക്കാഴ്ചയിൽ മനസ്സിലാവുന്നു. വെള്ളത്തിൽ പാതി മുങ്ങിയും വലവെച്ച് മീൻ പിടിച്ചും അവർ ഉപജീവനത്തിനുള്ള മാർഗം തേടുന്നു. ഒരു വളവ് തിരിഞ്ഞ് ബോട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. വനസമാനമാണ് ചലോങ് നദിയുടെ തീരങ്ങൾ ഏറിയ പങ്കും. പലയിടത്തും കണ്ടൽക്കാടുകളാണ്. ബാക്കിയുള്ളിടത്ത് മറ്റു വൃക്ഷങ്ങൾ ഇടതൂർന്നു വളരുന്നു. അതിനിടയിൽ ചെറിയ ഗ്രാമങ്ങൾ. ഇപ്പോൾ ബോട്ട് വിച്ചിറ്റ് എന്നൊരു ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. ഒരു മത്സ്യബന്ധന ഗ്രാമമാണ് വിച്ചിറ്റ്. ധാരാളം മീൻപിടുത്ത വള്ളങ്ങളും ചെറുബോട്ടുകളുമെല്ലാം തീരത്തോട് ചേർന്ന് കിടക്കുന്നു. ഇതൊന്നും നദിയിലെ മത്സ്യബന്ധനത്തിനുള്ളവയല്ല. വൈകുന്നേരങ്ങളിൽ ചലോങ് ഉൾക്കടലിലേക്കും അവിടെ നിന്നും പുറംകടലിലേക്കും പോകുന്നവയാണ്. വിച്ചിറ്റിന്റെ ഫിഷ് ലാൻഡിംഗ് ഏരിയയാണിത്. പകൽ നേരം ഈ ബോട്ടുകളെല്ലാം ഇവിടെ വിശ്രമത്തിലായിരിക്കും. ചെറുപന്തലുകളുടെയും കണ്ടൽക്കാടുകളുടെയും തണൽ പറ്റി അവയങ്ങനെ കിടക്കും. മീൻ കൊണ്ടുവന്നിറക്കി ലേലം വിളിച്ചു വിൽക്കുന്ന സ്ഥലങ്ങളും കാണാം. അവിടെ ചെറിയ പീടികകൾ, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലിരുന്ന് വല നന്നാക്കുന്നവർ. ലോകത്തെവിടെയായാലും ഒരു വികസ്വര രാജ്യത്തിന്റെ ഫിഷിംഗ് ഹാർബർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ചെറുതും വലുതുമായി ധാരാളം ബോട്ടുകളുണ്ട് വിച്ചിറ്റിന്റെ ഫിഷിംഗ് ഹാർബറിൽ. ആൻഡമാൻ കടലിൽ ദിവസങ്ങളോളം മീൻപിടുത്തം നടത്തി തിരികെ എത്തുന്നവയാണ് അക്കാണുന്ന വലിയ ബോട്ടുകൾ. ആൻഡമാൻ കടലാണ് ഇവിടുത്തുകാരുടെ ഒരു പ്രധാന ഫിഷിംഗ് ഏരിയ. വിച്ചിറ്റ് ഗ്രാമം പിന്നിട്ട് ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നദിയാകെ കലങ്ങിക്കിടക്കുന്നു. ഇക്കാണുന്നത് മത്സ്യം വളർത്തൽ കേന്ദ്രങ്ങളാണ്. വെള്ളത്തിൽ വല താഴ്ത്തിയിട്ട് ആ വലക്കൂടുകളിൽ മത്സ്യം വളർത്തുന്ന രീതി. അവിടവും പിന്നിടുന്നതോടെ നിബിഡമായ കണ്ടൽക്കാടുകളുടെ കാഴ്ചയിലേക്കെത്തുന്നു. എക്കലടിഞ്ഞ് നല്ല വളക്കൂറുള്ള മണ്ണിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന കണ്ടലുകൾ. ചെളിയുടെ തീരം. ഇടതൂർന്ന കണ്ടൽക്കാട് ഹൃദ്യമായൊരു കാഴ്ച തന്നെയാണ്. പ്രകൃതിയുടെ ശ്വാസകോശമാണിത്. ഈ പ്രദേശത്തൊന്നും ഗ്രാമങ്ങളില്ല. കണ്ടലിന്റെ സ്വാഭാവിക വനമായി വളരാൻ ഇവയെ വിട്ടിരിക്കുകയാണ്.
ഫുക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിവിശാലമായ കണ്ടൽക്കാടുകളുണ്ട്. കണ്ടലിന് പ്രാധാന്യം ഏറ്റവും നന്നായി അറിയാം എന്നതിനാൽ ഫുക്കറ്റ് നിവാസികൾ ഒരു കണ്ടൽ ചെടി പോലും നശിപ്പിക്കില്ല. ടൂറിസം പ്രോജക്റ്റുകൾക്ക് വേണ്ടി കണ്ടൽ വനം നശിപ്പിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുകയുമില്ല. 2004 സുനാമി ദുരന്തത്തിൽ നിന്നും ഫുക്കറ്റിന്റെ പല ഭാഗങ്ങളെയും രക്ഷിച്ചത് വിപുലമായ കണ്ടൽ വനങ്ങൾ തന്നെയായിരുന്നു. ഈ നദീയാത്രയിൽ വലിയ അത്ഭുതങ്ങളൊന്നും കാണുന്നില്ല. പ്രാകൃതമായ കാഴ്ചകൾ. ഫുക്കറ്റ് എന്ന തായ് ദ്വീപിന്റെ ഉൾനാടിന്റെ ദൃശ്യങ്ങളാണിത്. അടുത്ത ഗ്രാമത്തിലേക്ക് ബോട്ട് എത്തുന്നതും കാത്ത് ഞങ്ങളിരുന്നു.